ഒരു പിടി പരിപ്പ്, നമ്മൾ ആവശ്യത്തിന് പരിപ്പ് ഒരു ബൗളിൽ പൊതിരാൻ വെക്കുക. കുറച്ച് സമയം വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയൊരു വെള്ളരിക്ക അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് കഴുകിയെടുക്കുക. പരിപ്പും കഴുകിയെടുത്തതിന് ശേഷം രണ്ടും കൂടി ഒരു കുക്കറിലേക്ക് ഇടുക. ഒരു പാകത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ കൂടെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി ഒരു നുള്ള്, മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ കറിവേപ്പിലിൻ്റെ ഇല തന്നെ അതിലേക്ക് ഇടുക. ഇത്രയും ചേരുവകൾ ചേർത്ത് ഗ്യാസ് ഓണാക്കി നമ്മൾ ഈ ചേരുവകളോടുകൂടി കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് അടക്കാനായില്ല. അതിനുശേഷം നമ്മളൊരു ജാറെടുക്കുക. ജാറെടുത്തതിന് ശേഷം അതിൽ ഒരു പിടി, നന്നായിട്ടൊരു പിടി തന്നെ ഇങ്ങനെ കൈകൊണ്ട് വാരുന്ന വിധത്തിലുള്ള ഒരു തേങ്ങ അതിലേക്കിടുക. ഒരു നുള്ളു ജീരകം, 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പിലേൻ്റെ ഒരു 2-3 ദളം. അതൊരു ടേസ്റ്റാണ്. ഇതും കൂടി ഒന്ന് ക്രഷാക്കിയാൽ മതി, വെള്ളം ചേർക്കാതെ. ഇങ്ങനെ 2 ഓട്ടം കുറച്ചോടെ ചെയ്യണം. അതും കൂടി ആ ചേർപ്പും കൂടി ആ അടുപ്പത്ത് വെച്ച കുക്കറിലേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്ക് ഒരു കറിപ്പാകം, അത് കുറച്ച് കുക്കറെല്ലാം വെന്തുടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എത്ര പേര് വെള്ളം വേണമെന്നില്ല ഒരു കണക്കുണ്ടാവുമല്ലോ. അതിന് കണക്കാക്കി വെള്ളം അതിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് അടച്ചു വെക്കുക. അങ്ങനെ 2-3 വിസിൽ കണ്ടിന്യൂസ് ആയിട്ട്. ആ വിസിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വിസിൽ വന്നു കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ ഇതിങ്ങനെ പതച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് പാചകം ചെയ്യുമ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, കുക്കറിൻ്റെ അടുത്ത് തന്നെ. അത് തട്ട് കൊടുത്താൽ ആ ഒരു അരപ്പ് പുറത്തേക്ക് വരില്ല. അങ്ങനെ 3 വിസിൽ കഴിഞ്ഞ് തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഒരു നല്ല കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചാൽ മതി. പരിപ്പും വെള്ളരിക്കും നന്നായി ഉടഞ്ഞിട്ടുണ്ടാവും. പിന്നെ നല്ല ഉപ്പും എല്ലാം ചേർത്തിട്ടല്ലേ വേവിച്ചേ. അതിനുശേഷം ഒരു കടു താളിക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, ഒരു പിടി പറഞ്ഞാൽ കുറച്ച് 3 സ്പൂണ് തേങ്ങ, വെളിച്ചെണ്ണ, ഇതൊക്കെ ഇട്ട് തേങ്ങ ഒരു ബ്രൗണിഷ് കളർ, നല്ല ബ്രൗൺ വേണ്ട, കടുക് പൊട്ടുന്നതാണ് കണക്ക്. അതൊക്കെ ആയതിനു ശേഷം ഈ വറവ് കറിയിലേക്ക് ചേർക്കുക. മറ്റേ കറി ഇതായില്ലേ, കറി നല്ല സൂപ്പർ കറിയായിട്ട് പരിപ്പും വെള്ളരിക്കും കൂടി ഇല്ലേ, ഒരു ദാൽ കറി പോലെ. എന്താന്ന് പറയേണ്ടത്, ചൂട് ചോറ് ഇത് ഒഴിച്ച് മെഴുക്ക് പുരട്ടിയും ഒരു അച്ചാറും പപ്പടും പിന്നെ നല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മോരും ആയിക്കഴിഞ്ഞാൽ സൂപ്പറായി. ഓക്കെ. ഒരു പറങ്കി എന്നാണ് എൻ്റെ നാട്ടിൽ പറയുക, കൊണ്ടാട്ട മുളക്. താങ്ക് യു.